ക്ലാസ്സിൽ ഹിന്ദി എക്സാം ആയിരുന്നു അല്ലേ? എല്ലാവരും എക്സാം നല്ലപോലെ എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? നോക്കാം അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാമാന്യ നിർദ്ദേശ് കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണത്? 15 മിനിറ്റ് കാ കൂൾ ഓഫ് ടൈം പ്രശ്നപത്ര വാചൻ കെ ലിയേ ഹെ. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. അത് എന്തിനു വേണ്ടിയാണ്? ചോദ്യ പേപ്പർ വായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പിന്നെ രണ്ടാമത്തെ നോക്കൂ, ഗതിവിധി ഏക ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ. ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ ഉത്തരം നിർബന്ധമായും എഴുതിയിരിക്കണം. 2 से 6 तक की गतिविधियों में से किन्हीं 4 के उत्तर लिखे. 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന്റെ ഉത്തരം എഴുതിയാൽ മതി. ഇനി നമുക്ക് ഒന്നാമത്തെ ഗതിവിധി നോക്കാം. ഖണ്ഡ് പഠേ और प्रश्नों के उत्तर लिखे. പാരഗ്രാഫ് വായിച്ച് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. एक बार एक मेंढक कमजोर हुआ. वह डॉक्टर के पास गया. कहा मेरी तबीयत ठीक नहीं. बूढ़े डॉक्टर ने नाक पर ऐनक रखकर बताया, बहन जी आपकी चमड़ी गीली है, गीलेपन से दूर रहिए, पानी में मत जाइए. ഇത്രയുമാണ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല നമുക്ക് കുറച്ച് ഹിൻസും തന്നിട്ടുണ്ട് അല്ലെ? കംസോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണം. തബിയത്ത് ആരോഗ്യസ്ഥിതി. ഐന കണ്ണട. നാക്ക് മൂക്ക്. ചമടി ത്വക്ക്. ഗീലി നനവുള്ള. ഇപ്പോ ഏക് ബാർ ഏക് മേണ്ടക് കംസോർ ഹുവ. എന്താണ് പറയുന്നത്? ഒരു മേണ്ടക്ക് ഭയങ്കര ക്ഷീണിച്ചു. ഡോക്ടർ കെ പാസ് ഗയ. ഇങ്ങനെ എന്താ ചെയ്യുന്നത്? നമ്മുടെ മേണ്ടക്ക് ഡോക്ടറിന്റെ അടുത്തേക്ക് പോവാണ്. കഹ മേരി തബിയത്ത് ടീക് നഹി. എന്നിട്ട് പറയണ എന്റെ ആരോഗ്യം വളരെ മോശമാണ് എന്നാണ് ഡോക്ടറോട് പറഞ്ഞത്. അപ്പൊ ഡോക്ടർ നാക് പർ ഐനക് രഖ്കർ ബതായ. മൂക്കില് കണ്ണടയൊക്കെ വെച്ചിട്ട് പറയാണ്, ബഹൻജി ആപ്കി ചമടി ഗീലി ഹെ. എന്താണ് പറയുന്നത്? നിങ്ങളുടെ ത്വക്ക് നനവുള്ളതാണ്. ഗീലേപ്പൻ സെ ദൂർ രഹിയെ. ആ നനവ് മാറ്റിയാൽ തന്നെ മതി. പാനിമേ മത് ജായേ. ഇനി വെള്ളത്തിലോട്ടൊന്നും പോകരുത് എന്നാണ് നമ്മുടെ ഡോക്ടർ പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? കംസോർ ഹോനെ പർ മേണ്ടക് കിസ്കെ പാസ് ഗയ. ക്ഷീണിച്ചപ്പോ മേണ്ടക് ആരുടെ അടുത്തേക്കാണ് പോയത്? ഓപ്ഷൻസ് ഉണ്ട്. ഡോക്ടർ കെ പാസ്, ടീച്ചർ കെ പാസ്, അമ്മ കെ പാസ്, ദോസ്ത് കെ പാസ്. ആരുടെ അടുത്തേക്കാ പോയത്? ഡോക്ടർ കെ പാസ്. മേണ്ടക് നെ ഡോക്ടർ സെ ക്യാ കഹ. മേണ്ടക് ഡോക്ടറോട് എന്താണ് പറഞ്ഞത്? അമ്മ കി തബിയത്ത് ടീക് നഹി, മേരി തബിയത്ത് ടീക് നഹി, ബഹൻ കി തബിയത്ത് ടീക് നഹി, ദോസ്ത് കി തബിയത്ത് ടീക് നഹി. എന്താണ് പറഞ്ഞത്? മേരി തബിയത്ത് ടീക് നഹി. എന്റെ ആരോഗ്യം മോശമാണ് എന്നാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കിസ്കി ചമടി ഗീലി ഹെ. ആരുടെ ത്വക്കാണ് നനവുള്ളത്? ഡോക്ടർ കി, ദോസ്ത് കി, മേണ്ടക് കി, അമ്മ കി. ആരുടെയാണ്? മേണ്ടക് കി അല്ലേ? ഡോക്ടറിനെ മേണ്ടക് സെ ക്യാ ബതായ. ഡോക്ടർ മേണ്ടക്കിനോട് എന്താണ് പറഞ്ഞത്? ഗുഫാ മേ മത് ജായിയെ, പാനി മേ മത് ജായിയെ, ബഗീചെ മേ മത് ജായിയെ, ജംഗൽ മേ മത് ജായിയെ. എന്താണ് പറഞ്ഞത്? പാനി മേ മത് ജായിയെ. അടുത്തത് നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. ഡോക്ടറിനെ ഹാത്ത് പർ ഐനക് രഖാ. ഡോക്ടറിനെ നാക്ക് പർ ഐനക് രഖാ. डॉक्टर ने सिर पर ऐनक रखा. डॉक्टर ने गले पर ऐनक रखा. ശരിയായ പ്രസ്താവന എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതില്. അപ്പോ ഇതിലെ ആൻസർ ഏതാണ് വരിക? ഡോക്ടറിനെ നാക്ക് പർ ഐനക് രഖ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. മുർച്ചായ ഫൂൽ കവിത കാ യഹ് അംശ് പഠേ और प्रश्नों के उत्तर लिखे. മുർച്ചായ ഫൂൽ കവിതയുടെ 4 വരി കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വരികൾ നോക്കാം. അഗർ ഹോ സകേ തോ ഡണ്ടി
बूंदे टपका देना प्यारे जल न जाए संतप्त हृदय ശീതളത ലാ ദേന പ്യാരേ. ഇപ്പൊ 4 വരികൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് ആ 4 വരിയിൽ പറയുന്നത്? ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളില് നമ്മള് മറ്റുള്ളവരെ അല്ലെങ്കിൽ അവരെ വയസ്സായവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി 2 തുള്ളി കണ്ണീര് പൊഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ. ഒരിക്കലും അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്, ആശ്വാസ വാക്കുകൾ നൽകണം എന്നൊക്കെയാണ് ഈ വരികളിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദുഃഖിത് ഹൃദയ ജൽ न जाए उसे शीतलता देनी है ये आशय वाली पंक्तियां चुनकर लिखे. ഏതാണ് ഈ ആശയം വരുന്ന വരികള്? എന്താണ്? ജൽ न जाए संतप्त हृदय शीतलता ला देना प्यारे. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കവിതക്ക ആശയം ലിഖി. ഇപ്പൊ നമുക്ക് കവിതയുടെ ഈ 4 വരിയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇപ്പൊ നമ്മൾ കവിതയുടെ ആശയം എഴുതുമ്പോൾ ആദ്യം എന്താണ് പറയേണ്ടത്? കവയത്രിയുടെ പേര് പറയണം, ആരുടെ കവിതയാണ് എന്നൊക്കെ പറയണം അല്ലെ. അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കവിതയുടെ ആശയം എഴുതേണ്ടത്. ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സുഭദ്ര കുമാരി ചൗഹാൻ की छोटी फूल इसमें गरीबी और बुढ़ापे की मानसिक संघर्षों को व्यक्त किया है. जीवन की अंतिम घड़ियों में जाने वाले लोगों को रुलाना मत, उसे प्यार करना है और ठंडी बूंदे टपका देना है, उनके हृदय में शीतलता देना है. साथ ही बूढ़े और गरीबी लोगों से हम प्यार भरा व्यवहार करना है. एक्टिविटी നോക്കാം. മൂന്നാമത്തെ. नन्हा उल्लू कहानी का ये अंश पढ़े और प्रश्नों के उत्तर लिखे. നന്ന ഉല്ലു കഹാനിയുടെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. अम्मा ने नन्हे उल्लू को ढांप लिया. तुम कितनी बार गले लगाओगी मुझे? नन्हा उल्लू ने पूछा. बहुत बार. अम्मा ने फिर से उसे गले से लगा लिया. कितनी बार? नन्हा उल्लू ने ऊँघते हुए पूछा. जितनी लहरें हैं समुद्र में, जितने तारे हैं आसमान में, उतनी बार. ഇപ്പൊ നമ്മൾ നന്ന ഉല്ലുവിന്റെ കഥയെല്ലാം വായിച്ചതാണ് അല്ലെ, ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതില് അമ്മ ഉല്ലുവിന്റെയും അതേപോലെ തന്നെ നന്ന ഉല്ലുവിന്റെയും സ്നേഹത്തിന്റെ കഥയാണ് ഇതിൽ പറയുന്നത് അല്ലെ. അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് അല്ലെ. നോക്കൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. തും കിത്നി ബാർ ഗലെ ലഗാओगी मुझे? ये किसने पूछा? ആരാണ് ചോദിച്ചത്? തും കിത്നി ബാർ ഗലെ ലഗാओगी मुझे? നന്ന ഉല്ലു അല്ലെ ആൻസർ. ഇനി അടുത്ത നോക്കൂ. നന്ന ഉല്ലു और അമ്മ ഉല്ലു के बीच की बातचीत तैयार करे. നന്ന ഉല്ലുവും അമ്മ ഉല്ലുവും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് സംഭാഷണം തയ്യാറാക്കി നോക്കിയാലോ. നന്ന ഉല്ലു പറഞ്ഞിട്ടുണ്ട്, അമ്മ मैं तुमसे प्यार करता हूं. അപ്പൊ ആ അമ്മ ഉല്ലു എന്താ ചെയ്യുന്നത്? നന്ന ഉല്ലുക്കു ഠാംപ് ലിയ. പിന്നീട് നന്ന ഉല്ലു എന്താ പറയാ? തും കിത്നി ബാർ ഗലെ ലഗാओगी मुझे? അപ്പൊ അമ്മ ഉല്ലു ഫിർ ഉസെ ഗലാ ഹാ എന്ന് പറഞ്ഞ ഫിർ ഉസെ ഗലെ ലഗാ ലിയ അല്ലെ. പിന്നെ ഇപ്പൊ നന്ന ഉല്ലു വീണ്ടും അവിടെ എന്താ ചെയ്ത? കിത്നി ബാർ. അപ്പോ മറുപടി എന്താ പറയുന്നത് അമ്മ ഉല്ലു? ജിത്നി ലഹരേം ഹേ സമുദ്ര മേം, ജിത്നെ താരേ ഹേ ആസ്മാൻ മേം ഉത്നി ബാർ. അങ്ങനെ നമുക്ക് ഈ പാരഗ്രാഫ് വെച്ച് തന്നെ ചെറിയൊരു സംഭാഷണം തയ്യാറാക്കാം. ഇതല്ലാതെ നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നോക്കൂ ഗതിവിധി 4. मार्च लेक का यह अंश पढ़े और प्रश्नों के उत्तर लिखे. सोए सोए पढ़ते रहते, घंटों में पढ़ने में लगे रहते, घर वाले सिट करते, अब बस करो बहुत पढ़ लिया. बस 1 घंटे
और पढ़ ले कहकर हम चादर अपने ऊपर खींच लेते। इम्तिहान खत्म होते ही नींद भी गायब हो जाती। तब देर रात तक जागा करते. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പരീക്ഷ के लिए गद्यांश में प्रयुक्त शब्द कौन सा है? പരീക്ഷ അതിന് പറയുന്നത് ഇതിൽ എന്താണ് ഈ പാരഗ്രാഫില് പരീക്ഷയ്ക്ക് പകരം കൊടുത്തിരിക്കുന്ന വേഡ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാദർ, രാത്ത്, ഇംതിഹാൻ, നീന്ത്. എന്താണ് വരിക? ഇംതിഹാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാർച്ച് की परीक्षा के दिनों के अनुभव पर अपनी डायरी लिखी. ഇപ്പൊ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മാസത്തിലെ പരീക്ഷയുടെ അനുഭവങ്ങളെല്ലാം വെച്ചിട്ട് ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡയറി എഴുതുമ്പോൾ ഡേറ്റ്, ഡേ എല്ലാം എഴുതുക. എന്നിട്ട് നമുക്ക് എഴുതാം എന്താണ്? മുജേബി ഡർക്ക മഹീന ഹെ, പേടിയുള്ള ഒരു മാസമാണ് ഏതാ? മാർച്ച് എന്ന് പറയുന്നത്. മാംബാപ് സിറ്റ് കർത്തേ ഹെ പഠോ പഠോ കക്കർ. അമ്മയും അച്ഛനും എന്ത് പറയണു? പഠിക്കൂ പഠിക്കൂ പറഞ്ഞ ഒരേ നിർബന്ധമാണ്. പക്ഷെ നമുക്കും ഈ കുട്ടിയെ പോലെ തന്നെ എന്ത് വരാറുണ്ട്? एक घंटे പഠने के बाद मुझे भी नींद आती है. എനിക്കും ഉറക്കം വരാറുണ്ട്. അതേപോലെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉറക്കമൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡയറി എഴുതാം. ഇനി അടുത്തത് നോക്കൂ. ഇതിൽ ക്വസ്റ്റ്യൻ നോക്കാം. ഹമാരാ സന്ദേശ് ക്യാ ഹെ? എന്താണ് സന്ദേശം? സത്യകി ജയ്, അതാണ് സത്യം ചെയ്യിക്കട്ടെ എന്ന സന്ദേശമാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് എഴുതാം. ഇതിൽ ക്വസ്റ്റ്യൻ നോക്കാം. ഹമാരാ സന്ദേശ് ക്യാ ഹെ? എന്താണ് സന്ദേശം? സത്യകി ജയ്, അതാണ് സത്യം ചെയ്യിക്കട്ടെ എന്ന സന്ദേശമാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് എഴുതാം. ഖൂബിയോം പർ ഏക് നാരാഗീത് തയ്യാർ കരെ, ഒരു നാരാഗീത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? മേരാ ഭാരത്, ഹമാരാ ഭാരത്, ജാൻ സെ പ്യാരാ ദേശ്, സ്വച്ഛ ദേശ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാരാഗീത് തയ്യാറാക്കാം. ഇനി അടുത്തത് ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. हमें अपना देश जान से प्यारा है. हमारे देश में सत्य की जय का कोई महत्व नहीं है. सागर ने हमारे देश का पाव पसारा है. तालाब ने हमारे देश का पाव पसारा है. ഇതിലെ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് വരിക? ഹമേ അപ്നാ ദേശ് ജാൻ സെ പ്യാരാ ഹെ. പിന്നെ രണ്ടാമത്തേത് ഏതാ വരിക? സാഗർ ने हमारे देश का पाव पसारा है. इनी गतिविधि 6 നോക്കാം. सूचना जमीन को जादू आता है कविता का यह अंश पढ़े और प्रश्नों के उत्तर लिखे. ഇപ്പോൾ കവിതയുടെ കുറിച്ച് 4-5 വരികൾ തന്നിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. अगर अमरूद बीजूं मैं तो ये अमरूद देती है. अगर जामुन की गुठली डालूं तो जामुन देती है. करेला तो करेला, नींबू तो नींबू. अगर मैं फूल मांगूं तो गुलाबी फूल देती है. मैं जो रंग दूं उसे वो रंग देती है. क्वेश्चन നോക്കാം. फूल मांगने पर जमीन क्या देती है? ഇതിൽ തന്നെ ഉണ്ട് അല്ലേ. अगर मैं फूल मांगू तो गुलाबी फूल देती है. അപ്പൊ നമുക്ക് ആൻസർ എഴുതാം ഗുലാബി ഫൂൾ. നന്ന ഉള്ളു പറഞ്ഞിട്ടുണ്ട് അമ്മ മേ തുംസെ. മാച്ച് ദ ഫോളോയിങ് ആണ്. സഹി മിലാൻ കരേ എന്നാണ്. നോക്കാം. ഒന്നാമത്തേത് അഗർ അമരൂദ് ബീജു മേ. അപ്പൊ ആ വരിയിൽ തന്നെ ഉണ്ട് അല്ലേ. അഗർ അമരൂദ് ബീജു മേ तो ये अमरूद देती है. അപ്പൊ ഏതാണ് അതിന്റെ യോജിച്ചത് വരുന്നത്? तो ये अमरूद देती है. രണ്ടാമത്തെ मैं जो रंग दूं उससे ഏതാണ് വരിക? वो रंग देती है. ഇനി മൂന്നാമത്തെ നോക്കാം. अगर जामुन की गुठली डालूं. മൂന്നാമത്തേത് എന്താണ്? अगर जामुन की गुठली डालूं. ഏതാ വരിക? ആ വരികൾ തന്നെ നോക്കിയാൽ മതിയില്ലേ. अगर जामुन की गुठली डालूं तो जामुन देती है. अगर मैं फूल मांगू तो गुलाबी फूल देती है. എല്ലാം ആ വരികളിൽ തന്നെ കൃത്യമായ ആൻസർ ഉണ്ട്. ഇതൊക്കെയാണ് മാച്ച് ദ ഫോളോയിങ്ങില് കറക്റ്റായി വന്നിട്ടുള്ളത്. എല്ലാവരും ശരിയായ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.